റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ വിഷയം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. മനുഷ്യൻ്റെ മനസ്സിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത്. മനുഷ്യന് അതിൻ്റെ ധർമ്മവും അധർമ്മവും ശരിയും തെറ്റും റബ്ബ് സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഏതൊരു മനുഷ്യനും നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള പാകത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ടാണ് പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ മനസ്സിനെ ഒരാൾ നന്നാക്കിയാൽ അയാൾ ജീവിതമാകുന്ന പരീക്ഷയിൽ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ. ആ മനസ്സിനെ ഒരാൾ മലിനമാക്കിയാൽ ജീവിതമാകുന്ന പരീക്ഷയിൽ അയാൾ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. ജീവിതമാകുന്ന ഈ പരീക്ഷയിൽ വിജയിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാം ഒട്ടുമിക്ക വെള്ളിയാഴ്ചകളിലും ഓതാറുണ്ട് ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വ അബ്ക എന്നിങ്ങനെ ഖദ് അഫ്ലഹ മൻ തസക്ക. അവിടെയും പറഞ്ഞത് അത് തന്നെയാണ്. മനസ്സിനെ ശുദ്ധിയാക്കിയവൻ തീർച്ചയായും വിജയിച്ചു. എന്നിട്ട് ആ ശുദ്ധീകരണ പ്രക്രിയ എങ്ങനെയാണ്? വദകറ സ്മ റബ്ബിഹി ഫസല്ല. തൻ്റെ റബ്ബിനെ സ്മരിക്കുകയും നിസ്കാരം നിലനിർത്തുകയും ചെയ്യുക എന്നിങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ സാധാരണ രീതിയിൽ ഐഹിക ജീവിതത്തിന് വലിയ പ്രാധാന്യം നൽകുകയാണ്. ഈ പറഞ്ഞ ആത്മീയ പോരാട്ടത്തിനോ വിജയത്തിനോ ഇതെല്ലാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും പ്രാധാന്യം ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ നൽകുന്നത് ഐഹിക ജീവിതത്തിനാണ്. എന്നാൽ വൽ ആഖിറതു ഖൈറുൻ വ അബ്ക, ആഖിറമാണ് ഏറ്റവും ഖൈറായതും ശാശ്വതമായതും. ഇതാണ് ആഖിറും ദുനിയാവും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, ദുനിയാവ് ഖൈറല്ല, ഉത്തമമായതല്ല. ഇത് ദുന്യ എന്ന വാക്കിൻ്റെ തന്നെ ചീപ്പ് എന്നാണ്. ഏറ്റവും ലോക്കലായ സാധനമാണ് ദുനിയാവ്. എന്നാൽ ആഖിറമാകട്ടെ ഖൈറായതാണ്. മറ്റൊന്ന് അബുക്കയാണ്. ദുനിയാവ് ഒരിക്കലും അബുക്കയല്ല, ശാശ്വതമല്ല. ഈ ദുനിയാവിൽ ജീവിച്ച ആരും ഇവിടെ കാലാകാലം ജീവിച്ചിട്ടില്ല. നമ്മളുണ്ടാക്കിയ സ്വത്തോ പണമോ അധികാരമോ സ്വാധീനമോ ഒരാൾക്കും ഇവിടെ നിലനിർത്താൻ സാധിച്ചിട്ടില്ല. എല്ലാവരും അതെല്ലാം ഇട്ടേച്ചാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് വൽ ആഖിറതു ഖൈറുൻ വ അബ്ക, ആഖിറമാണ് ഖൈറും അബ്കയും. രണ്ട് പ്രത്യേകതയാണ് ആഖിറത്തിനുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരും ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവരായി തീരണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് റൂഹ്, മനസ്സ്, നഫ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതെല്ലാം ഹൃദയമാകുന്ന ഒരു മെമ്മറി കാർഡുമായിട്ടാണ് ബന്ധിച്ചിട്ടുള്ളത്. ഹൃദയമാകുന്ന ഒരു കാർഡുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, തീർച്ചയായും എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. എൻ്റെ ശരീരത്തിലുണ്ട്, നിങ്ങളുടെ എല്ലാം ശരീരത്തിലുണ്ട്. എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ ആ ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണവുമായിട്ടാണ് മനുഷ്യൻ്റെ നഫ്സിനെ, റൂഹിനെ, മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നെറ്റ്വർക്ക് പോലെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഫൈദാ സ്വലഹത്ത്, ആ മാംസകഷ്ണം നന്നായാൽ എന്ന് പറഞ്ഞാൽ, ഇനി മാംസകഷ്ണം അവിടെ വെക്കുക, നഫ്സ്, ആ മനസ്സ് എന്ന് പഠിക്കുക, മനസ്സിലാക്കുക. ഒരാളുടെ മനസ്സ് നന്നായാൽ സ്വലുഹൽ ജസദു കുല്ലു, അയാളുടെ ശരീരം മുഴുവനും നന്നാകും. മനസ്സ് നന്നായാൽ ശരീരം മുഴുവനും നന്നാകും. കാരണം മനസ്സാണ് ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നത്. ഒരാൾക്ക് മനസ്സിൽ തോന്നുകയാണ് അങ്ങോട്ട് നോക്കണം, നേരെ മെസ്സേജ് ബ്രെയിനിലേക്ക് പോകുന്നു. ബ്രെയിൻ ഉടനെ കണ്ണിലേക്ക് പാസ് ചെയ്യുന്നു.
അയാൾ നോക്കുന്നു. തീരുമാനിക്കുന്നത് മനസ്സാണ്. ഒരാൾക്കൊരു സാധനം കേൾക്കണം, ഇതേ രീതിയിൽ തന്നെ മെസ്സേജ് പാസ് ചെയ്യുന്നു, മനസ്സ് തീരുമാനിക്കുന്നു, അയാളത് കേൾക്കുന്നു. നല്ലതാകട്ടെ ചീത്തയാകട്ടെ. ഒരാൾ ഒരു പ്രവർത്തനം ചെയ്യുന്നു, ഏത് കാര്യമാണെങ്കിലും മനസ്സ് കൊടുക്കുന്ന മെസ്സേജ് അനുസരിച്ചാണ് അയാൾ പ്രവർത്തിക്കുക. മനസ്സ് പിശാചിൻ്റെ കയ്യിലാണ് മനസ്സിൻ്റെ കൺട്രോളെങ്കിൽ പിന്നെ പിശാചാണ് തീരുമാനിക്കുക എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് നോക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നൊക്കെ തീരുമാനിക്കുന്നത് പിശാചിൻ്റെ നിയന്ത്രണത്തിലുള്ള മനസ്സായിരിക്കും. അതുകൊണ്ട് മനസ്സിനെ നന്നാക്കുക. മനസ്സ് നന്നായാൽ സ്വലുഹൽ ജസദു കുല്ലു, അയാൾ മുഴുവനും നന്നായി. വൈദാ ഫസദത്ത്, ഒരാളുടെ മനസ്സ് ചീത്തയായാൽ, ഒരാളുടെ മനസ്സ് മോശമായാൽ ഫസദൽ ജസദു കുല്ലു, അയാൾ മുഴുവനും ചീത്തയായി എന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൽ 3 നിലക്കുള്ള മനുഷ്യൻ്റെ മനസ്സിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സാഗൂതം ശ്രവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 3 നഫ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുക സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഞാൻ ഏത് ലെവലിലാണുള്ളത്, ഇനി മനസ്സിൻ്റെ ഏത് അവസ്ഥയിലേക്കാണ് ഞാൻ എത്തേണ്ടത്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഒരു നഫ്സിനെ പറയുന്നത് അമ്മാറത്തും ബിസൂ എന്നാണ്. തിന്മയെ ഏറെ പ്രേരിപ്പിക്കുന്ന, തെറ്റായ കാര്യങ്ങൾക്ക് ഏറെ തോന്നൽ നൽകുന്ന മനസ്സിനെ സംബന്ധിച്ചാണ് അമ്മാറത്തും ബിസൂ. സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ സലീഹ എന്ന് പറയുന്ന രാജാവിൻ്റെ ഭാര്യ കയറിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ സംഭവത്തിൽ അവിടുത്തെ നിരപരാധിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ള നീണ്ട സംസാരത്തിൽ യൂസുഫ് അലൈഹിസ്സലാം പറയുന്നതാണ് വമാ ഉബദ്ദിഉ നഫ്സി, ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റപ്പെടുത്തുന്നു, അല്ല, മനസ്സ് കുറ്റവിമുക്തനാണെന്നൊന്നും ഞാൻ പറയില്ല. ഇന്നൻ നഫ്സ ല അമ്മാറത്തും ബിസൂ, കാരണം മനസ്സ് എന്താകാം, അമ്മാറത്തും ബിസൂ ആകാം. പക്ഷെ എനിക്ക് റബ്ബിൻ്റെ കാവലുണ്ടായി, അത് വേറെ വിശദീകരിക്കേണ്ടതാണ്. യൂസുഫ് അലൈഹിസ്സലാമിന് പടച്ചോൻ്റെ വലിയ കാവലുണ്ടായതുകൊണ്ട് അങ്ങനെ വല്ലാത്ത പ്രലോഭനത്തിൽ കുടുങ്ങിപ്പോയില്ല. അപ്പം അമ്മാറത്തും ബിസൂ ആയിക്കഴിഞ്ഞാൽ എന്ത് തെറ്റ് ചെയ്യാനും മടിയുണ്ടാകൂല, എന്ത് കൊള്ളരുതായ്മ ചെയ്യാനും അയാൾക്ക് ഭയമുണ്ടാകൂല. കാരണം അയാളുടെ മനസ്സ് തിന്മയെ വല്ലാതെ പ്രേരിപ്പിക്കുന്ന മനസ്സാണ്. രണ്ടാമതൊരു മനസ്സ് ഖുർആൻ പറയുന്നത് ലവ്വാമയാണ്. സൂറത്തുൽ ഖിയാമയുടെ തുടക്കത്തിൽ തന്നെ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, ലവ്വാമയായ മനസ്സിനെ പിടിച്ചും ഞാനിതാ സത്യം ചെയ്യുകയാണ്. ലവ്വാമ എന്ന മനസ്സാണ് പണ്ഡിതന്മാർ പറഞ്ഞു ഒരു ശരാശരി മുഅ്മിനിൻ്റെ മനസ്സ്. ശരാശരി ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ്റെ മനസ്സ് ലവ്വാമ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരിക്കും. മനസ്സ് ഒന്ന് തന്നെയാണ്, കുറേ മനസ്സൊന്നുമില്ല. മനസ്സിൻ്റെ പിന്നെ തലങ്ങളാണ് പറയുക. മനസ്സ് ഉയരുകയും താഴുകയൊക്കെ ചെയ്യും, അതിൻ്റെ വോൾട്ടേജ് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സ് ലവ്വാമയാണ്. ലവ്വാമ എന്ന വാക്കിൻ്റെ അർത്ഥം ആക്ഷേപിക്കുന്നത് എന്നാണ്, കുറ്റപ്പെടുത്തുന്നത് എന്നാണ്. നമ്മൾ ഒരു നന്മ ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സ് നമ്മെ കുറ്റപ്പെടുത്തും. നീ എന്തുകൊണ്ടത് ചെയ്തില്ല, എന്തിനു നീ നിസ്കാരം കളാക്കി എന്ന് മനസ്സ് പറയും. എന്തിനാണ് നോമ്പ് നീ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയത് എന്ന് മനസ്സ് പറയും. മദ്യപിക്കല്ലേ എന്ന് പലതവണ നിന്റെ മനസ്സ് നിന്നോട് പറഞ്ഞതല്ലേ, മനസ്സ് നിന്നോട് പല തവണ നിനക്ക് മെസ്സേജ് നൽകിയില്ലേ, എന്നിട്ടും നീ അതിനെ മറികടന്നതല്ലേ. ഇനി മദ്യപിച്ച് പോയാൽ മദ്യപിക്കല്ലേ മദ്യപിക്കല്ലേ എന്ന് പറയും. മദ്യപിച്ച് പോയാലും അത് കുറ്റപ്പെടുത്തും, നീ ആ ചെയ്തത് ശരിയായില്ല. ആരാ പറയുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളൊക്കെ അനുഭവിക്കുന്നവരാണ്. നന്മ ചെയ്താലോ അങ്ങനെയാണ്, നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും. നന്മ ചെയ്താൽ നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കും. അങ്ങനെ നന്മ ചെയ്യാതെ പോയാലും തിന്മ ചെയ്താലും നമ്മെ കുറ്റപ്പെടുത്തുന്ന, അത് ശരിയല്ല എന്ന് പറയുന്ന ഒരു മനസ്സാണ് ലവ്വാമ എന്ന് പറയുന്ന മനസ്സ്. ഒരു ശരാശരി മുസ്ലിമായ മനുഷ്യൻ്റെ മനസ്സ് ലവ്വാമ എന്ന തലത്തിലാണ് ഉണ്ടാവുക. പിന്നെ മൂന്നാമത് മനസ്സ് പറയുന്നത് അന്നഫ്സുൽ മുത്മഇന്ന. സൂറത്തുൽ ഫജ്ർ, അൽ ഫജ്ർ എന്ന് പറയുന്ന അധ്യായത്തിൽ നമുക്ക് കാണാം ഏറ്റവും അവസാനം യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന,
ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, മുത്മഇന്നയായ നഫ്സേ എന്നല്ല വിളിക്കും. അവരുടെ മരണത്തിൻ്റെ ഘട്ടത്തിൽ മുത്മഇന്ന എന്നാണ് ആ നഫ്സിൻ്റെ പേര്. എല്ലാ പ്രവാചകന്മാരുടെ നഫ്സും മുത്മഇന്നയായിരിക്കും. സുദ്ദീഖുകളുടെ മനസ്സ് നഫ്സ് മുത്മഇന്നയായിരിക്കും. ഔലിയാക്കളുടെ വലിയ തലങ്ങളിലുള്ള വലിയ വലിയ സ്വാലിഹീങ്ങളായ മനുഷ്യരുടെ നഫ്സ് മുത്മഇന്നയായിരിക്കും. നമുക്ക് മുത്തുമന്നയിലേക്ക് സഞ്ചരിക്കാം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഈ ലവ്വാമ എന്ന് പറയുന്ന സാധാരണ ലെവലിൽ നിന്ന് നമുക്ക് മുത്തുമഇന്നയിലേക്ക് നഫ്സിനെ ഉയർത്താം. അമ്മാറത്തും ബിസൂയിലേക്ക് നമ്മൾ പോകരുത്. വളരെയധികം ജാഗ്രത നമ്മൾ പുലർത്തണം. അത് കേടായ മനസ്സാണ്. ലവ്വാമയിൽ നിന്ന് മുത്തുമഇന്ന എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മുഅ്മിനീങ്ങളെ വിളിക്കുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ മുത്മഇന്നയായ നഫ്സേ, ആത്മാവേ, മനസ്സേ. ആത്മാവാണെന്നൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ആത്മാവ്, നഫ്സ് ഇതൊക്കെ എവിടെയാണ് ഈ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്? ഖൽബുമായി ബന്ധപ്പെട്ടാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ, നീ മടങ്ങിക്കൊള്ളുക, ഇലാ റബ്ബിക്കി, നിന്റെ റബ്ബിലേക്ക് മടങ്ങുക. റൂഹ് വിട പറയുമ്പോൾ റൂഹ് റബ്ബിലേക്ക് പോവുകയാണ്. ശരീരം ഇവിടെ വീഴും, ശരീരം ഇവിടെ കിടക്കും. കാരണം ശരീരം പിന്നീടുണ്ടായതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ശരീരം മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. റൂഹ് അഭൗതികമായ, നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത, കണ്ടെത്താൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അഭൗതിക സാധനമാണ് റൂഹ്. റൂഹും ശരീരം കൂടിച്ചേർത്തിയതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ശരീരം വീഴും. ശരീരം വീണാൽ പിന്നെ അതാർക്കും വേണ്ട. എത്ര സ്നേഹമുള്ള മക്കളാണെങ്കിലും അവരത് കുഴിച്ചിടാൻ, അത് അടക്കം ചെയ്യാൻ ധൃതി കൂട്ടും. കാരണം പോയിരിക്കുന്നു റൂഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകളോട്, നഫ്സിനോട് പറയുക, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, മുത്മഇന്നത്തായ നഫ്സേ, ഇർജിഇ ഇലാ റബ്ബിക്കി, നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കൊള്ളുക. റാളിയതൻ മർളിയ, റാളിയതൻ, നീ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവളായിട്ട്. നഫ്സ് എന്ന പദം മുഅന്നസാണ്, സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അറബി ഭാഷയിൽ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നഫ്സേ, നീ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട നിലയിൽ. മർളിയ, അള്ളാഹുവിൻ്റെ തൃപ്തി ഇങ്ങോട്ടും കിട്ടിയ നിലയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ പറയാറില്ലേ, റളിയല്ലാഹു അൻഹും വറളു അൻഹു. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു അൻഹു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതാണ് റാളിയതൻ മർളിയ, പൂർണ്ണമായി അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുകയും അള്ളാഹുവിനെ തൃപ്തിപ്പെടുകയും ചെയ്ത അവസ്ഥയിൽ നീ മടങ്ങുക. റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി, നീ എൻ്റെ അടിമകളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, നീ എൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അള്ളാഹു അങ്ങനെ പറയപ്പെടുന്നവരിൽ, സ്വാഗതം ചെയ്യപ്പെടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമുക്ക് വളരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള സുവർണ അവസരമാണ് പരിശുദ്ധ റമളാൻ. അതിന് പറ്റിയ ഏറ്റവും നല്ല, നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ പറ്റിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ. ഹുദൽ ലിന്നാസ്, ഈ ഖുർആൻ സകലമാന മനുഷ്യർക്കും വഴി കാണിക്കുന്നതാണ്. ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ബുദ്ധനും ജൈനനും മതമുള്ളവനും മതമില്ലാത്തവനും ശുദ്ധമായ മനസ്സോടുകൂടി ഈ ഖുർആനിനെ സമീപിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഹുദൽ ലിന്നാസ്, സകലമാന മനുഷ്യർക്കും കൃത്യമായി വഴി കാണിക്കും ഈ പരിശുദ്ധ ഖുർആൻ. വബയ്യിനാതിൻ മിനൽ ഹുദാ, എല്ലാ സന്മാർഗവും ഈ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. വൽ ഫുർഖാൻ, ശരിയും തെറ്റും വ്യക്തമാക്കിയിട്ടുണ്ട് ഖുർആൻ. ഈ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്നതും ഈ ഖുർആൻ അനുസരിച്ച്, ഖുർആനിൻ്റെ കൽപ്പന അനുസരിച്ച് നോമ്പെടുക്കാൻ പറഞ്ഞതും നമ്മെ തഖ്വയുള്ളവരാക്കി തീർക്കാൻ വേണ്ടിയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയുള്ളവരാകാൻ, സൂക്ഷ്മതയുണ്ടാവുക, മനസ്സിനെ നന്നാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം
സൂറത്തുൽ ഹദീദ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിന്റെ 16-ാമത്തെ ആയത്ത് 57-ാം അധ്യായത്തിലെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അലം യഅനി ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് നേരമായില്ലേ, സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും, അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം ഭയമുള്ളതായി തീരാൻ സമയമായില്ലേ? ഇനി എവിടേക്കാ കാത്തു നിൽക്കുന്നത്? നാളെയാകട്ടെ, റമദാനാകട്ടെ, പെരുന്നാളാകട്ടെ എന്നിങ്ങനെ നീണ്ടു പോവുകയാണോ? നിങ്ങളുടെ മനസ്സിന് ഭയപ്പാടുണ്ടാകാൻ ഇനിയും വിശ്വാസികൾക്ക്, ആർക്ക്? ഈമാനുള്ളവർക്ക്. ഈമാൻ പ്രഖ്യാപിച്ചതുകൊണ്ട് അതുകൊണ്ട് പെർഫെക്റ്റായി എന്ന് കരുതിയിരിക്കല്ലേ. ഈമാനുള്ളവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, അലം യഅനി ലില്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾക്ക് സമയമായില്ലേ, നേരമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, അല്ലാഹുവിൻ്റെ ദിക്റിന് മുന്നിൽ ഹൃദയം ഭയപ്പെടുന്നവരായി തീരാൻ വിശ്വാസികളെ നിങ്ങൾക്ക് സമയമായില്ലേ? വമാ നസല മിനൽ ഹഖ്, അല്ലാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്ക് മുന്നിലും ഹൃദയത്തെ കീഴടക്കാൻ വിശ്വാസികളെ നിങ്ങൾക്ക് സമയമായില്ലേ? ഇനി എവിടേക്കാ നിങ്ങൾ കാത്തു നിൽക്കുന്നത്? എന്നിട്ട് അല്ലാഹു പറയുന്നു, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാനും, ജൂതന്മാരും ക്രിസ്ത്യാനികളും അടക്കം നിങ്ങൾക്ക് മുൻപ് വേദം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാനും സമയമായിട്ടില്ലേ? എന്താ അവർക്ക് സംഭവിച്ചത്? അവർക്ക് സംഭവിച്ചത് അല്ലാഹു പറഞ്ഞു, ഫത്വാല അലൈഹിമുൽ അമദു, അവരിൽ കാലം ഇങ്ങനെ നീണ്ടു പോയി. നാളെയാകാം, നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഞാനെല്ലാം ചെയ്യും, ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ആകൂല, ഞാനെല്ലാം അവസാനിപ്പിക്കാൻ പോവുകയാണ്, നന്മയിൽ മുന്നേറാൻ പോവുകയാണ്, നാളെ മുതൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച മുതൽ അല്ലെങ്കിൽ റമദാൻ വരാൻ പോകുകയാണല്ലോ, ഈ റമദാൻ എങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ നാളെ ഇങ്ങനെ നീണ്ടു പോയി. അല്ലാഹു പറയാ, അങ്ങനെ നീണ്ടു. ഫത്വാല അലൈഹിമുൽ അമദു, അപ്പൊ എന്ത് സംഭവിച്ചു? ഫഖസതു ഖുലൂബുഹും, അവരുടെ മനസ്സുകൾ കടുത്തുപോയി. അങ്ങനെ തെറ്റിലിങ്ങനെ നീണ്ടു പോയപ്പോൾ മനസ്സിങ്ങനെ കറുത്തു പോയി. ഫഖസതു ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ, അങ്ങനെ അവരിൽ അധികം ആളുകളും ഫാസിഖീങ്ങളായി മാറി, തമ്മാടികളായി മാറി. എന്ത് തമ്മാടിത്തരം ചെയ്യാൻ ഭയമില്ലാത്തവരായി. ആര്? വേദം നൽകപ്പെട്ട ആളുകൾ, തൗറാത്ത് നൽകപ്പെട്ട ആളുകൾ, ഇഞ്ചീൽ നൽകപ്പെട്ട ആളുകൾ, സബൂറ നൽകപ്പെട്ട ആളുകൾ. അവരെപ്പോലെ ആകാതിരിക്കണ്ടേ? അവരെപ്പോലെ ആകാതിരിക്കാൻ സമയമായില്ലേ വിശ്വാസികളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, തബീഇങ്ങളിൽപ്പെട്ട മഹാനായ ഒരു മനുഷ്യനാണ് ഫുളൈൽ ഇബ്നു ഇയാദ്. അദ്ദേഹം നാട്ടിലെ വലിയ പോക്കിരിയും ഗുണ്ടയും കൊള്ളക്കാരനും മോഷണക്കാരനും ഒക്കെ ആയിരുന്നു. വഴിതെറ്റി അബദ്ധസഞ്ചാരം നടത്തുകയായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ്. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രിയിൽ ഒരു വീട്ടിൽ കയറാൻ ശ്രമിക്കുകയാണ്. പാതിരാ സമയത്ത് ഒരു വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അദ്ദേഹം ഖുർആനിന്റെ വചനം കേൾക്കുകയാണ്. അതിങ്ങനെയാണ് നമ്മൾ ഓതിയ അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, വിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലേ എന്നർത്ഥം വരുന്ന ഞാൻ ഈ പറഞ്ഞ സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ ആയത്ത് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ മനസ്സങ്ങട് മാറ്റി. പിന്നീട് എന്നല്ല, ആ നിമിഷം അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ്. പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച, ഇന്നും നമ്മൾ ഖുതുബയിൽ പോലും പറയുകയാണ്, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഖുർആൻ അവനെ മാറ്റി. കാരണം മനസ്സ് ലവ്വാമയിൽ നിന്നോ അല്ലെങ്കിൽ അമ്മാറയിൽ നിന്നോ ഒരൊറ്റ ചാട്ടമാണ് മുത്തുമഇന്ന എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. മുത്തുമഇന്നത്തിലെത്തിയാൽ ഏത് പീഡനങ്ങൾക്കും ആ മനസ്സിനെ പിന്തിരിക്കാൻ കഴിയില്ല. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൽ വിശ്വസിച്ചു. ഉമയ്യത്തിന്റെ തൊഴുത്തിലെ നാൽക്കാലികളെ പോലെ ജീവിക്കുന്ന ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ ചുട്ടുപൊള്ളുന്ന മണലിൽ, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ വിവസ്ത്രനാക്കി മലർത്തിക്കിടത്തിയിട്ട് നെഞ്ചത്ത് വലിയ പാറക്കല്ല് കയറ്റി വെച്ചുകൊണ്ട്
നിരന്തരമായി ചാട്ടവാറുകൊണ്ടും മറ്റും പ്രഹരിച്ചു. ബിലാൽ ഒന്ന് മുഹമ്മദിനെ തള്ളിപ്പറഞ്ഞാൽ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഘട്ടത്തിൽ പോലും മഹാനായ ബിലാലുൽ മുഅദ്ദിൻ എന്ന സ്ഥാനപ്പേരിൽ പിന്നീട് അറിയപ്പെട്ട മഹാനായ ബിലാൽ ഇബ്നു റബാഹ് തങ്ങള് അഹദ് 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 എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ ഏകനാണ്. ആ മനസ്സിനെ, മുത്തുമഇന്നത്തായ നഫ്സിനെ, അചഞ്ചലമായ മനസ്സിനെ ഒന്ന് ഇളക്കാൻ പോലും ഉമയ്യത്തിന്റെ കിങ്കരന്മാർക്ക് സാധിച്ചില്ല. മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഫിറഔനിന്റെ കൊട്ടാരത്തിൽ സ്വർഗസമാനമായ ജീവിതം നയിച്ച രാജ്ഞിയാണ്, ഫിറഔനിന്റെ ഭാര്യയാണ് മഹദിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹ. എന്താ സംഭവിച്ചത്? മൂസാ നബിയിൽ വിശ്വസിച്ചു, ഈമാൻ ഉള്ളിലേക്ക് കയറി, നഫ്സ് മുത്തുമഇന്നത്തിന്റെ അവസ്ഥയിലേക്ക് എത്തി. മഹദിയായ ആസിയ ബീവി വിശ്വസിച്ചു എന്ന വിവരമറിഞ്ഞപ്പോൾ സ്വന്തം ഭർത്താവ് ഓർഡറിട്ടു അവളെ പീഡിപ്പിക്കാൻ. പട്ടാളം ഇറങ്ങി ബിലാൽ റളിയല്ലാഹുവിന്റെ കഥ പറഞ്ഞതുപോലെ വിവസ്ത്രയാക്കി ചുട്ടുപൊള്ളുന്ന മണിൽ അവരെയും മലർത്തിക്കിടത്തി ക്രൂരമായി മർദ്ദിച്ചു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വളറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. സത്യവിശ്വാസികളെ, വിശ്വാസി സമൂഹത്തിന് മാതൃകയാണ് ഈ ഫിർഔനിന്റെ ഭാര്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വിശ്വാസി സമൂഹത്തിന്, ലോകാവസാനം വരെയുള്ള മുഴുവൻ വിശ്വാസി സമൂഹത്തിനും ഫിർഔനിന്റെ ഭാര്യ മാതൃകയാണ്. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ ഖാലത്, അവരെ പ്രാർത്ഥിച്ചു, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ എത്ര തവണ ഓതിയതാണിത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഇത് കാലത്ത് ഫിർഔനിന്റെ പട്ടാളം ക്രൂരമായി മർദ്ദിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവസാനം അവിടുത്തെ നാവിയുടെ ഭാഗത്തേക്ക് വലിയ കുന്തം കുത്തിയിറക്കുമ്പോഴും ആസിയ ബീവിയുടെ പ്രാർത്ഥന, നാഥ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ ഇതിനെല്ലാം പകരം നിന്റെ സ്വർഗത്തിൽ ആസിയാക്ക് നീ ഒരു വീട് പണിയണേ റബ്ബേ എന്നായിരുന്നു. ഫിർഔനിന്റെ കൊട്ടാരം ഉപേക്ഷിച്ചവളാണ് ഞാൻ. അമ്പര ചുംബികളായ കൊട്ടാരങ്ങളോട് വിട പറഞ്ഞ ആസിയ ബീവിയുടെ പ്രാർത്ഥന ദുനിയാവ് നശ്വരമാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, നമുക്ക് എത്രമേൽ പ്രചോദനമാകണം. ദുനിയാവിൻ്റെ ചില താല്പര്യങ്ങൾ മുന്നിൽ കാണുമ്പോൾ, ചില സുഖാഡംബരങ്ങൾ മുന്നിൽ കാണുമ്പോൾ, ഭൗതികമായ ചില പേക്കൂത്തുകൾ മുന്നിൽ കാണുമ്പോൾ, അതിൻ്റെ മുന്നിൽ തല കുമ്പിട്ട് ഓച്ചാനിച്ചു നിൽക്കുന്ന പുതിയ തലമുറയോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മഹദിയായ ആസിയ ബീവി വിശ്വാസി സമൂഹത്തിന് പ്രചോദനമാണ്. ആസിയ ബീവി അനുഭവിച്ച ഭൗതിക സുഖങ്ങൾ ദുനിയാവിൽ നമുക്കാർക്കും കിട്ടാൻ പോകുന്നില്ല. അത്രമാത്രം വലിയ രാജാവിന്റെ ഭാര്യയായി കൊട്ടാരത്തിൽ വസിച്ചിട്ട് പോലും ആസിയ ബീവി അതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ നിന്റെ ജന്നത്തില്, നിന്റെ സ്വർഗ്ഗത്തില് എനിക്കൊരു വീട് നീ ഉണ്ടാക്കി തരണേ അല്ലാഹ്. വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അല്ലാഹുവേ ഫിർഔനിൽ നിന്നും ഫിർഔനിന്റെ കിങ്കരന്മാരിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അങ്ങനെ വേദന കൊണ്ട് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടിയാണ് ആസിയ ബീവി ആ മണ്ണിൽ കിടന്ന് മരിക്കുന്നത്, അല്ല രക്തസാക്ഷിയാകുന്നത്. സമാനമായ സംഭവമാണ് സുമയ്യ ബീവിയുടേതും. നമ്മുടെ ഉമ്മത്തില്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ഒരു പുരുഷനല്ല, അത് മഹദിയായ സുമയ്യ ബീവിയാണ്. സ്ത്രീകൾക്കാകമാനം പ്രചോദനമാണ്, വിശ്വാസി സമൂഹത്തിന് പ്രചോദനമാണ്. പ്രവാചകനിൽ വിശ്വസിച്ചു ഒരൊറ്റ കാരണത്താൽ ഉമ്മാനെയും വാപ്പാനെയും മകനെയും 3 പേരെയും കെട്ടിയിട്ട് മർദ്ദിച്ചു. ഉമ്മ സുമയ്യയും ഭർത്താവ് യാസിറും മകന് അമ്മാറിനെയും കെട്ടിയിട്ട് മർദ്ദിക്കുകയാണ്. സഹിക്കാൻ പറ്റോ? സ്വന്തം ഉമ്മയുടെ മുന്നിൽ മകന്റെ ഔറത്ത് കാണിക്കുക, സ്വന്തം ഭർത്താവ് മകന്റെ മുന്നിൽ ഉമ്മയെ വിവസ്ത്രയാക്കി നിർത്തുക. എന്തിന്റെ പേരിൽ? വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ. ഇന്നും ലോകത്ത് അങ്ങനെയാണ്.
വിശ്വാസികൾ മുഴുവനും ഭീകരവാദികളാണ്, അവർ മുഴുവനും തീവ്രവാദികളാണ്, അവർ മതമൗലികവാദികളാണ് എന്ന് പറയുന്നവരെ ആലോചിക്കണം. ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ പോലും വിശ്വാസി സമൂഹം മറ്റൊരു മതസമൂഹത്തിന്റെ മെക്കെട്ട് കയറിയിട്ടില്ല, ഒരിക്കലും കയറിയിട്ടില്ല. കാരണം അങ്ങനെ കയറാൻ പാടില്ല എന്നതുകൊണ്ടാണ് സുമയ്യ ബീവിയെ സ്വന്തം ഭർത്താവിൻ്റെയും മകന്റെയും മുന്നിൽ വിവസ്ത്രയാക്കി നിർത്തി അങ്ങേയറ്റം വഷളത്തരത്തിലേക്ക് തള്ളിവിട്ടപ്പോ റസൂൽ ഈ കാഴ്ച കാണുന്നുണ്ട്. ഇസ്ബിർ യാ ആല യാസിർ, യാസിർ കുടുംബമേ സഹിക്കൂ, ക്ഷമിക്കൂ. നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് സ്വർഗമാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ദുനിയാവിൻ്റെ ചില സുഖങ്ങളും ചില താല്പര്യങ്ങളും നമ്മുടെ കൺമുന്നിൽ അത് മൊബൈലിൻ്റെയും മറ്റും രൂപത്തിൽ നൃത്തമാടുമ്പോൾ ആ വർണ്ണ കാഴ്ചകൾക്ക് മുമ്പിൽ വീണുകൊടുക്കല്ലേ. മനസ്സിനെ കരുത്തുള്ളവരാക്കൂ. ഞാൻ തീരുമാനിക്കും ഞാൻ എന്ത് കാണണം, ഞാൻ തീരുമാനിക്കും ഞാൻ എന്ത് പ്രവർത്തിക്കണം. മനസ്സിനെ അമ്മാറത്തിലേക്ക് തള്ളിവിടുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള സുവർണ അവസരമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ ധാരാളമായി ഓതുക, ഖുർആൻ ധാരാളമായി ഓതുക, നിസ്കാരത്തിൽ ഖുർആൻ ധാരാളമായി കേൾക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, തസ്ബീഹുകളും തഹ്ലീലുകളും ഔറാദുകളും സ്വലാത്തുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് നോമ്പെടുക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നാം സൂചിപ്പിച്ചിരുന്നു, പിശാചിന് നമ്മെ വല്ലാതെ പിടിക്കാൻ കഴിയില്ല. ആ ഒരവസരം മുതലെടുത്ത് കൂടുതൽ ദിക്റുകൾ കൊണ്ടും ഖുർആൻ കൊണ്ടും ഒരാൾ മനസ്സിനെ ഇളക്കുകയാണെങ്കിൽ അമ്മാറത്തിൽ നിന്ന് ലവ്വാമയിലേക്കും ലവ്വാമയിൽ നിന്ന് മുത്തുമഇന്ന എന്ന് പറയുന്ന ഏറ്റവും പെർഫെക്ഷനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ സഞ്ചരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജുമുഅ നീ സ്വീകരിക്കണേ. അല്ലാഹ്, വീഴ്ചകളെ നീ മാപ്പാക്കണേ തമ്പുരാനെ, തെറ്റുകളെ നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിശുദ്ധ റമളാനിനോട് എന്തെങ്കിലും അദവകേട് ഞങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ പൊറുക്കണേ. അല്ലാഹ്, ദുനിയാവിലെ വർണ്ണ കാഴ്ചകളിൽ കുടുങ്ങാതെ മനസ്സിനെ ഏറ്റവും ഈമാനികമായ അവസ്ഥയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള എല്ലാ കഴിവും ശക്തിയും ശേഷിയും ഈമാനും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.